എല്ലാവർക്കും ഷെയ്പ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. LDC LGS പ്രിലിമിനറി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കാം, ഓർമ്മ പുതുക്കാം. ജീവശാസ്ത്രത്തെ സംബന്ധിച്ച ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗമാണിത്. നമ്മൾ ഇന്നലെ സസ്യശാസ്ത്രം കണ്ട് അതിൻ്റെ ഒരു ക്ലാസ് കൂടിയുണ്ട്. അത് നമുക്കിന്ന് കാണാം. സസ്യശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവുക. നമുക്കിന്ന് വിളകളെ ബാധിക്കുന്ന ചില രോഗങ്ങളെക്കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. വിളകളെ ബാധിക്കുന്ന രോഗം, ഇപ്പോൾ കാർഷിക വിളകളുണ്ട്. അത് പലതരത്തിലുള്ള രോഗങ്ങളാൽ കർഷകർ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ വിളകളെ ബാധിക്കുന്ന കുറച്ച് പ്രധാന വിളകളുടെ രോഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് ഈ ഇലപ്പുള്ളി രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ് എന്ന് ചോദ്യം വരാം. ഇലപ്പുള്ളി രോഗം മറന്നു പോകരുത്, അത് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇനി ചെഞ്ചീയലുണ്ട്. ചെഞ്ചീയൽ അത് കരിമ്പിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് അറിയാം. ചെഞ്ചീയൽ കരിമ്പിനെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ബ്ലൈറ്റ് രോഗം, അത് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണെന്ന് അറിയാം. സ്ഥിരം PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബ്ലൈറ്റ് രോഗം നെല്ലിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് അറിയാം. ഇനി ചീക്ക് രോഗമുണ്ട്. അത് റബ്ബറിനെ ബാധിക്കുന്ന രോഗമാണ് ചീക്ക് രോഗം. അതിനെതിരെയാണ് നമ്മൾ ബോഡോ മിശ്രമൊക്കെ തളിച്ച് അത് സംരക്ഷിച്ച് നിർത്തുന്നത്. ചീക്ക് രോഗം അത് റബ്ബറിനെ ബാധിക്കുന്ന രോഗമാണെന്നറിയുക. ഇനി മഹാളി രോഗമുണ്ട്. മഹാളി രോഗം അത് കവുങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് മഹാളി രോഗമെന്ന് അറിയുക. അതുപോലെ തന്നെ കുറുനാമ്പ് എന്നും പറഞ്ഞൊരു രോഗമുണ്ട്. അത് വാഴ കൂമ്പടച്ച് പോവുക, കുറുനാമ്പാകുക. കുറുനാമ്പ് രോഗം വാഴയെ ബാധിക്കുന്ന രോഗമാണെന്ന് അറിയുക. അതുപോലെ ദ്രുതവാട്ടമുണ്ട്. അത് കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. അത് നല്ലപോലെ അറിയണം. കുരുമുളകിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം എന്ന് അറിയുക. ഇനി വഴുതനയുണ്ട്. വഴുതനയെ ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടം. അത് പ്രത്യേകം അറിയുക. ദ്രുതവാട്ടവും വാട്ടവും. ദ്രുതവാട്ടം കുരുമുളകിനെ ബാധിക്കുന്നതാണ്. വാട്ടം രോഗം വഴുതനയെ ബാധിക്കുന്ന രോഗമാണെന്ന് അറിയുക. മാറിപ്പോരുത്. ദ്രുതവാട്ടം പെട്ടെന്നുള്ള വാട്ടമാണ് ദ്രുതവാട്ടം. അത് കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ്. വാട്ടം രോഗം വഴുതനയെ ബാധിക്കുന്ന രോഗമാണെന്നറിയുക. ഇനി മൊസൈക്ക് രോഗമുണ്ട്. പയറിനെ, മരച്ചീനിയെ ഒക്കെ ബാധിക്കുന്ന ഒരുതരം രോഗമാണ് മൊസൈക്ക് രോഗം. ഓർക്കുക, അത് മൊസൈക്ക് രോഗം ഏത് വിളയെ ബാധിക്കുന്നതാണ് ചോദ്യം വരാം. അത് പയർ, മരിച്ചീനി എന്നീ വിളകളെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം എന്നറിയുക. അതുപോലെ കൂമ്പുചീയലുണ്ട്. തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കൂമ്പുചീയൽ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് അറിയുക. ഇലപ്പുള്ളി രോഗം ബാധിക്കുന്നത് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ്. എന്നാൽ ചെഞ്ചീയലാകട്ടെ അത് കരിമ്പിനെ ബാധിക്കുന്ന രോഗമാണെന്ന് അറിയുക. ബ്ലൈറ്റ് രോഗവും നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ചീക്ക് രോഗം റബ്ബറിനെ ബാധിക്കുന്ന രോഗമാണ്. മഹാളി രോഗം കവുങ്ങിനെ ബാധിക്കുന്ന രോഗമാണ്. കുറുനാമ്പ് വാഴയെ ബാധിക്കുന്ന രോഗമാണ്. ദ്രുതവാട്ടം കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ്. വാട്ടമാകട്ടെ വഴുതനയെ ബാധിക്കുന്ന രോഗമാണ്. മൊസൈക്ക് രോഗം 2 ചെടികളെ സാധാരണ കാണാറുണ്ട്. പയറിലും മരച്ചീനിയിലും മൊസൈക്ക് രോഗം സാധാരണ കാണാറുണ്ട്. അതുപോലെ തന്നെ കൂമ്പുചീയൽ തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണെന്ന് അറിയും. ഇനി നെല്ലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് ഇലപ്പുള്ളി രോഗവും അതുപോലെ തന്നെ ബ്ലൈറ്റ് രോഗവും. അതൊന്നും അങ്ങനെയെന്ന് 2 പ്രധാന രോഗങ്ങൾ, ഇലപ്പുള്ളി രോഗവും ബ്ലൈറ്റ് രോഗവും നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളാണെന്ന് അറിയുക. അതുപോലെ തെങ്ങിനെ ബാധിക്കുന്ന രോഗം നോക്കുക. തെങ്ങിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? കൂമ്പുചീയലാണ് പ്രധാനമായിട്ടും തെങ്ങിനെ ബാധിക്കുന്നതെന്ന് അറിയുക. റബ്ബറിന് ചീക്കാണ്, നമുക്കറിയാം. കവുങ്ങിന് മഹാളി രോഗമാണെന്നറിയാം. ഈ ദ്രുതവാട്ടം കുരുമുളകിനാണെന്നറിയാം. വാട്ടം രോഗം വഴുതനയ്ക്കാണെന്നും അറിയാം. ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്നോടെ നോക്കുക. ഇലപ്പുള്ളി രോഗം, നെല്ല്, ചെഞ്ചീയൽ, കരിമ്പ്, ബ്ലൈറ്റ് രോഗം, നെല്ല്, ചീക്ക് രോഗം, റബ്ബർ, മഹാളി രോഗം, കവുങ്ങ്, കുറുനാമ്പ്, വാഴ, ദ്രുതവാട്ടം,
കുരുമുളക്, വാട്ടം, വഴുതന, മൊസൈക്ക്, പയർ, മരച്ചീനി. കൂമ്പുചീയലോ തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ എത്ര രോഗങ്ങളാണ്, വിളകളെ രോഗങ്ങളും ഒന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ചില പ്രധാന സസ്യങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങളെ നോക്കാം. സസ്യങ്ങളുടെ അത്യാവശ്യം ധാരാളം എല്ലാ സസ്യങ്ങൾക്കും ശാസ്ത്രീയ നാമമുണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമെന്ന് കാണുന്ന കുറച്ച് സസ്യങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങളാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാറം ഒഫീഷ്യനാറം എന്നാണ്. കരിമ്പ് സക്കാറം ഒഫീഷ്യനാറം. അതുപോലെ തന്നെ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം സ്ഥിരം ചോദിക്കാറുള്ളതാണ്, കോക്കസ് ന്യൂസിഫറയാണ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. ഇനി നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ചോദിക്കുക. നെല്ലിനും അരിയും ഒക്കെ ഒരു ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ. നെല്ലിൻ്റെ ആയാലും അരിയുടെ ആയാലും ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഒറൈസ സറ്റൈവ എന്നാണ്. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം നോക്കുക, മാനിഹോട്ട യൂട്ടിലിസീമ. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട യൂട്ടിലിസീമ. മാവിൻ്റെ ശാസ്ത്രീയ നാമം, മാവിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. അപ്പോൾ മാവിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, മാഞ്ചിഫെറ ഇൻഡിക്ക. മാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഉരുളക്കിഴങ്ങിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, അത് സൊളാനം ട്യൂബർസമാണ്. സൊളാനം ട്യൂബർസം. ഓറഞ്ചിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, അത് സിട്രസ് റെറ്റിക്കുലേറ്റ് ആണ്. സിട്രസ് റെറ്റിക്കുലേറ്റഡ്. അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, അത് സാൻഡാലം ആൽബമാണ്. സാൻഡാലം ആൽബം. ആഫ്രിക്കൻ പായലിൻ്റെ ശാസ്ത്രീയ നാമം നോക്കുക, അത് സാലിനിയ മൊളസ്റ്റ എന്നാണ്. സാലിനിയ മൊളസ്റ്റ. ഇനി ശാസ്ത്രീയ നാമം നമ്മൾ കണ്ട്. ഇപ്പോൾ കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം സക്കാറം ഒഫീഷ്യനാറം. 2 ഭാഗങ്ങളായിട്ടാണ്, സക്കാറം ഒഫീഷ്യനാറം. എല്ലാം അതുപോലെ തന്നെ. തെങ്ങിൻ്റെ ആണെങ്കിലോ കോക്കസ് ന്യൂസിഫറ, നെല്ല് ഒറൈസ സറ്റൈവ, മരച്ചീനി മാനിഹോട്ട യൂട്ടിലിസീമ, മാവ് മാഞ്ചിഫെറ ഇൻഡിക്ക, ഉരുളക്കിഴങ്ങ് സൊളാനം ട്യൂബർസം, ഓറഞ്ച് സിട്രസ് റെറ്റിക്കുലേറ്റ്, ചന്ദനം സാൻഡാലം ആൽബം. അതുപോലെ ആഫ്രിക്കൻ പായലായാലും സാലിനിയ മൊളസ്റ്റ. അപ്പോൾ ഈ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ശാസ്ത്രീയ നാമങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് ഏത് ഭാഷയിലാണെന്ന് ചോദിക്കാം. അത് ലാറ്റിൻ ഭാഷയിലാണ് ഈ സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് അറിയുക. അത് അറിയേണ്ട ഒരു കാര്യമാണ്. ഓർത്തിരിക്കുക. ഈ ഒരു 4-5 എണ്ണേ ഉള്ളൂ. അത് ഭംഗിയായിട്ട് പഠിക്കുക. കാരണം അത് അത്യാവശ്യം ചോദിക്കുന്ന ചില മേഖലയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കരിമ്പ് സക്കാറം ഒഫീഷ്യനാറം, തെങ്ങോ കോക്കസ് ന്യൂസിഫറ, നെല്ല് ഒറൈസ സറ്റൈവ, മരച്ചീനി മാനിഹോട്ട യൂട്ടിലിസീമ, മാവ് മാഞ്ചിഫെറ ഇൻഡിക്ക, ഉരുളക്കിഴങ്ങ് സൊളാനം ട്യൂബർസം, ഓറഞ്ച് സിട്രസ് റെറ്റിക്കുലേറ്റ്. അതുപോലെ ചന്ദനമാണെങ്കിലോ സാൻഡാലം ആൽബം. ആഫ്രിക്കൻ പായൽ സാധാരണ ചോദിച്ചിട്ടുണ്ട്. സലീനിയ മൊളസ്റ്റ. ഇതാണ് ആഫ്രിക്കൻ പായലിൻ്റെ ശാസ്ത്രനാമം. അപ്പോൾ ശാസ്ത്രനാമം ചോദിക്കുന്ന ഏത് ഭാഷയിലാണ് ശാസ്ത്രനാമം കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയാണെന്ന് സംശയലേശമെന്നെ പറയുക. നല്ലപോലെ പഠിക്കുക. കരിമ്പ്, തെങ്ങ്, നെല്ല്, മരച്ചീനി, മാവ്, ഉരുളക്കിഴങ്ങ്, ഓറഞ്ച്, ചന്ദനം, ആഫ്രിക്കൻ പായൽ. അത്ര ഒന്ന് നല്ലപോലെ പഠിച്ചു വയ്ക്കുക. വിശദമായി അടുത്ത ഘട്ടം നമുക്ക് പഠിക്കാം. ചില കൗതുക കാര്യങ്ങൾ നോക്കിയേ. അതായത് PSC ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ്, കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഏതാണ്? കാട്ടുമരങ്ങളുടെ ചക്രവർത്തി അത് തേക്കാണെന്നറിയുക. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ്. അതുപോലെ തന്നെ എക്സിമ രോഗത്തിന് പ്രതിരോധിക്കുന്ന പച്ചക്കറി ഏതാണ്? ധാരാളമായിട്ട് ക്യാരറ്റ് കഴിക്കാൻ പറയുന്നത് അത് ഇങ്ങനെയുള്ള ചില രോഗങ്ങളെ പ്രതിരോധിക്കുമെന്നതുകൊണ്ടാണ്. എക്സിമ രോഗത്തിനെ പ്രതിരോധിക്കുന്ന പച്ചക്കറി ആയിട്ട് അറിയുന്നത് ക്യാരറ്റാണ്.
അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ആവശ്യം വേണ്ടുന്ന, അതായത് പ്രകൃതി സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ഒരു രാജ്യത്തിന് അത്യാവശ്യം വേണ്ടുന്ന വനവിസ്തൃതി എത്രയാണ്, എത്രമാത്രം വനമുണ്ടെങ്കിലാണ് ആ രാജ്യം പ്രകൃതി സന്തുലിതമാണെന്ന് പറയുന്നത്. അത് 33% വനവിസ്തൃതിയാണ് ഒരു രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ, പ്രകൃതി സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ആവശ്യമുള്ളത്. 33% വനവിസ്തൃതിയാണെന്ന് അറിയുക. അതുപോലെ വായുവിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് വളരുന്ന ഒരു ചെടിയുണ്ട്. അത് നമുക്കറിയാം, മണ്ണിലല്ല അത് ഇത് ചെയ്യുന്നത്, അതൊരു പരാഗ സസ്യമാണ്. അത് മറ്റു മരങ്ങളുടെ ശാഖയിലോ ചില്ലയിലോ ഒക്കെയാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ വായുവിൽ നിന്നും ഊർജ്ജം സംഭരിച്ചിട്ടാണ് ഈ ചെടി എന്ത് ചെയ്യുക, വളരുക. അത് ഇത്തിളാണ്, ഇത്തിൾക്കണ്ണി കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ആരാണ്? അത് ഹേബർലാൻഡാണ്. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ഹേബർലാൻഡ്, അതും അറിയുക. ഒന്നുകൂടെ നോക്കുക. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ്, അറിയാം. എക്സീമ രോഗത്തിന് പ്രതിരോധിക്കുന്ന പച്ചക്കറി ഏതാണ്? ക്യാരറ്റാണ്. ക്യാരറ്റ്, നല്ലപോലെ ക്യാരറ്റ് കഴിക്കാം. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രകൃതി സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് അത്യാവശ്യം വേണ്ടി വരുന്ന വനവിസ്തൃതി എത്രയാണ്? 33%. 33%ത്തിൽ കുറയരുത്, 33% എങ്കിലും ഉണ്ടാകുക. ഇതാണ് ഒരു കണക്ക്. വായുവിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് വളരുന്ന ഒരു ചെടിയാണ് ഇത്തിൽ ഒരു പരാഗ സസ്യമാണെന്ന് കൃത്യമായിട്ട് അറിയുക. ടിഷ്യൂ കൾച്ചറിൻ്റെ പിതാവ് ആര്? ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹേബർലാൻഡ് ആണെന്ന് അറിയുക. ഹേബർലാൻഡ്. നോക്കുക. ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ല് ഏതാണ്? ആ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ല് അത് മുളയാണെന്നറിയാം. അതായത് പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് മുള. മുളയാണ് ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം എന്നറിയുക. ഇനി ടർപ്പൻറ്റൈൻ ലഭിക്കുന്നത് അത് പൈൻ മരത്തിൽ നിന്നാണെന്നറിയുക. ടർപ്പൻറ്റൈൻ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ടർപ്പൻറ്റൈൻ. അത് ഏത് മരത്തിൽ നിന്നാണ് അതെടുക്കുന്നതെന്നൊരു ചോദ്യം വരാം. അത് പൈൻ മരത്തിൽ നിന്നാണ് ടർപ്പൻറ്റൈൻ ലഭിക്കുന്നതെന്ന് അറിയുക. ഇനി മുളകിലടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? അത് കാപ്സസൈൻ എന്ന രാസവസ്തുവാണെന്ന് അറിയുക. മുളകിലടങ്ങിയിരിക്കുന്ന രാസവസ്തു, ഇതും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. മുളകിലടങ്ങിയിരിക്കുന്ന രാസവസ്തു കാപ്സസൈൻ. അത് അടുത്തത് നോക്കുക. ഏറ്റവും വലിയ വിത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും വലിയ വിത്ത് അത് കോക്കോഡീമർ ആണെന്നറിയാം. കോക്കോഡീമർ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ്? ചോദിക്കാം. അത് ഹരിതസസ്യങ്ങളാണ്. ഹരിതസസ്യങ്ങൾ. ഇനി അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഏതാണ്? നെല്ലാണ്. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഒരേ ഒരു സസ്യമാണ്, അത് നെല്ലാണ്. മറ്റൊരു ചോദ്യം കൂടി അറിയുക. ഒരില മാത്രമുള്ള സസ്യം ഏതാണ്? ഒരില മാത്രമുള്ള സസ്യം അത് ചേനയാണെന്ന് അറിയുക. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ വളരുന്ന പുല്ലേതാണ്? മുളയാണ്. ടർപ്പൻറ്റൈൻ ലഭിക്കുന്നത് ഏത് മരത്തിൽ നിന്നാണ്? പൈൻ മരത്തിൽ നിന്നാണ്. മുളകിലടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? കാപ്സൈസിൻ എന്ന രാസവസ്തുവാണ് മുളകിലടങ്ങിയിരിക്കുന്നതെന്ന് അറിയുക. ഏറ്റവും വലിയ വിത്ത് ഏതാണെന്ന് ചോദ്യം വന്നാൽ എഴുതേണ്ടത് കോക്കോഡീമർ എന്ന വിത്താണ് ഏറ്റവും വലിയ വിത്തെന്ന് അറിയപ്പെടുന്നത്. ഇനി ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി അത് ചോദിക്കാം. ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ്, അത് അറിയണം. അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം ഏതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അത് നെല്ലാണ് അമോണിയ നേരിട്ട് ഉപയോഗിക്കുന്ന സസ്യം. അതുപോലെ തന്നെ ഒറ്റയില മാത്രമുള്ള സസ്യം ഏതാണ്? അത് ചേനയാണെന്ന് അറിയുക. ഈ കാര്യങ്ങൾ വളരെയധികം ആവർത്തിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഭംഗിയായിട്ടത് പഠിച്ചെടുക്കുക. ഈ ഒരു 2-3 കാര്യങ്ങൾ കൂടി PSC പലപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അതും കൂടി ഒന്ന് നോക്കിപ്പോവുക. അതായത് ഈ ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചില ചെടികളുടെ ഇതാണ്. അതായത് നാറ്റപ്പൂച്ചെടി, എമൽഷൻ എന്നിവയൊക്കെ ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് അറിയുക. ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേള് അരിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം അരിയാണ്. അതുപോലെ പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കയാണെന്ന് അറിയുക.
ഭൂകാണ്ഡങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനുള്ള ഉദാഹരണം ചോദിക്കാം. ഭൂകാണ്ഡം, അതായത് ഭൂമിക്കടിയിലേക്ക് വളരുന്ന കാണ്ഡത്തിൽ നിന്ന് തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ്. ഇലമുളച്ചി, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവയൊക്കെ ഭൂകാണ്ഡത്തിൽ നിന്നാണ് ഈ പുതിയ തൈകൾ ഉണ്ടാകുന്നതെന്നറിയാം. മനസ്സിലാകും. കാണ്ഡം നമുക്കറിയാം. കാണ്ഡം അത് ഭൂമിക്കടിയിലേക്ക് വളരുന്ന കാണ്ഡമുണ്ട്. ആ ഭൂകാണ്ഡത്തിൽ നിന്നാണ് ഇതിൻ്റെ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? ഭൂകാണ്ഡങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇലമുളച്ചി, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവയൊക്കെ ഭൂകാണ്ഡങ്ങളിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നതെന്നറിയാം. ഇനി വേരുകളിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നുണ്ട്. വേരുകളിൽ നിന്ന്, ചെടികളുടെ വേരുകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഡാലിയ, കറിവേപ്പ്, ഈട്ടി, ശീമപ്ലാവ്, മധുരക്കിഴങ്ങ് ഇതിൻ്റെയൊക്കെ വേരുകളിൽ നിന്നാണ് ഇത് പൊട്ടിമുളച്ച് വരുന്നതെന്ന് അറിയുക, പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഭൂകാണ്ഡങ്ങളിൽ നിന്നും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈച്ചെടികൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇലമുളച്ചി, ഉരുളക്കിഴങ്ങ്, ഉള്ളി. ഇനി വേരുകളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡാലിയ, കറിവേപ്പ്, ഈട്ടി, ശീമപ്ലാവ് എന്നിവ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പഠിച്ചിരിക്കുക. അതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് ഇവിടെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് അറിയുക. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയാം. ഔഷധ സസ്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് ഔഷധ സസ്യങ്ങളാണ്. ഇപ്പോൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് തുളസിയാണെന്നറിയാം. ഔഷധ സസ്യങ്ങളുടെ മാതാവ്. ഏറ്റവും വലിയ ഔഷധിയല്ല ഓഷധി ഏതാണെന്ന് ചോദ്യം വരുന്നുണ്ട്. അത് വാഴയാണെന്ന് അറിയാം. ഏറ്റവും വലിയ ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസിയാണ്. ഏറ്റവും വലിയ ഓഷധി എന്നറിയപ്പെടുന്നത് വാഴയാണ്. ഇനി രക്തസമ്മർദ്ദത്തിനെതിരായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ഏത് ചെടിയിൽ നിന്നാണ്, ഏത് സസ്യത്തിൽ നിന്നാണ് ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കുക? അത് സർപ്പഗന്ധിയാണെന്നറിയാം. സർപ്പഗന്ധി മരുന്നിൻ്റെ പേര് റിസർപ്പിൻ എന്നാണ്. രക്തസമ്മർദ്ദത്തിന് എതിരായി കൊടുക്കുന്ന മരുന്നാണ്, അല്ലെങ്കിൽ രോഗം ഭേദമാക്കാൻ കൊടുക്കുന്ന മരുന്നാണ് റിസർപ്പിൻ. ആ റിസർപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയിൽ നിന്നാണ്. ആ ചെടിയുടെ പേര് സർപ്പഗന്ധി എന്നാണ്. ഇനി രക്താർബുദത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്ന രക്താർബുദം, അതായത് ബ്ലഡ് ക്യാൻസർ, അതിനെതിരായിട്ട് ഉപയോഗിക്കുന്നത് വിൻകിൻസ്റ്റൺ എന്നൊരു മരുന്നാണ്. വിൻകിൻസ്റ്റൺ ആ മരുന്ന് എടുക്കുന്നത് ശവന്നാറി എന്ന ചെടിയിൽ നിന്നാണ്. അതുപോലെ എയ്ഡ്സിനെതിരായിട്ട് ഒരു മരുന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഏത് സസ്യത്തിൽ നിന്നാണ് ആ മരുന്ന് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കറുത്ത മൾബറി എന്ന ചെടിയിൽ നിന്നാണ്. കറുത്ത മൾബറി ചെടിയിൽ നിന്നാണ് എയ്ഡ്സിനെതിരായ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി മഞ്ഞപ്പിത്തത്തിനെതിരായിട്ട് ഒരു മരുന്ന് കൊടുക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല മരുന്നെന്ന് പറഞ്ഞാൽ കീഴാർനെല്ലിയാണ്. അത് അറിയുക. മലമ്പനിക്ക് അല്ലെങ്കിൽ മലേറിയക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു ചെടിയാണ്. ചെടി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മരുന്നാണ് ക്വിനൈൻ എന്നൊരു മരുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ക്വിനൈൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ചെടിയിൽ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് സിങ്കോണ എന്ന ചെടിയിൽ നിന്നാണെന്ന് അറിയുക. മലമ്പനിക്ക് അല്ലെങ്കിൽ മലേറിയക്കെതിരെ ഇതാണ് സാമുവൽ ഹാനിമാൻ കണ്ടെത്തിയത്. ഈ ഒരു കണ്ടുപിടുത്തമാണ്. ഹോമിയോപ്പതിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഈ ഒരു സസ്യമാണ്. മലമ്പനിക്കെതിരായിട്ട് ക്വിനൈൻ എന്നുള്ള മരുന്നുണ്ട്. ആ മരുന്ന് എടുക്കുന്നത്, അതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത് ഈ സിങ്കോണ എന്ന ചെടിയിൽ നിന്നാണ്. അതുപോലെ ആയുർവേദത്തിലെ ത്രികടു ഏതൊക്കെയാണെന്ന് ചോദ്യം വരാറുണ്ട്. ഓർക്കുക, ത്രികടു എന്ന് പറഞ്ഞാൽ ചുക്കുമുളക് തൃപ്പല്ലി എന്നാണ്. ചുക്കുമുളക് തൃപ്പല്ലി എന്നാണ് അതറിയേണ്ടത്. ത്രികടു എന്നാൽ ത്രിഫലയാകട്ടെ അത് കടുക്ക, നെല്ലിക്ക, താന്നിക്കയാണ്. അത് കൂടി അറിയണം. അപ്പോൾ ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസിയാണെന്നറിയാം. ഏറ്റവും വലിയ ഓഷധി എന്നറിയപ്പെടുന്നത് വാഴയാണ്. ഈ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ പല ഔഷധങ്ങളും സസ്യങ്ങളിൽ നിന്നുണ്ടാക്കാറുണ്ട്. ഏതൊക്കെയാണ്? രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായിട്ട് റിസർപ്പിൻ ഉപയോഗിക്കുന്നുണ്ട്. ആ റിസർപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്നത് സർപ്പഗന്ധി എന്ന ചെടിയിൽ നിന്നാണ്. രക്താർബുദത്തിന് എതിരായിട്ട് വിൻകിൻസ്റ്റൺ എന്നൊരു രോഗമുണ്ട്. അത് ഉപയോഗിക്കുന്നത് ശവന്നാറി ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എയ്ഡ്സിൻ്റെ രോഗത്തിനുള്ള മരുന്നായിട്ട് കറുത്ത മൾബറി ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നാണ് കൊടുക്കുന്നത്. മഞ്ഞപ്പിത്തത്തിനെതിരെയാണെങ്കിലോ കീഴാർനെല്ലി നേരിട്ട് തന്നെ കൊടുക്കുകയാണ്. അതിന് ഉൽപ്പാദിപ്പിക്കുന്നില്ല. കീഴാർനെല്ലിയാണ് മഞ്ഞപ്പിത്തത്തിനെതിരായിട്ട് മരുന്നായിട്ട് കൊടുക്കുന്നത്. ഇനി മലമ്പനിക്കും മലേറിയയ്ക്കും എതിരായിട്ട് കൊടുക്കുന്നത് സിങ്കോണ എന്ന ചെടിയിൽ നിന്ന്
ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരുന്നാണ്. ആ മരുന്നിൻ്റെ പേര് ക്യുനൈൻ എന്നാണ്. ക്യുനൈൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സിങ്കോണ എന്ന ചെടിയിൽ നിന്നാണ്. ആ ചെടിയിലെ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയയൊക്കെ ഭേദമാക്കാനായിട്ട് ആയുർവേദത്തിൽ. ഈ ആയുർവേദത്തിൽ ത്രികടു എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഏതൊക്കെയാണ് ത്രികടു എന്ന് പറഞ്ഞാൽ അത് ചുക്ക്, മുളക്, തൃപ്പല്ലിയാണെന്ന് അറിയുക. അതുപോലെ ത്രിഫല എന്നറിയപ്പെടുന്നത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നീ 3 കായകളെയാണ് ത്രിഫല എന്ന് അറിയപ്പെടുന്നത്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ കുറച്ചുകൾ ഭംഗിയായിട്ടത് പഠിക്കുക.